കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇതെന്നപ്പോൾ അത് കോഴിക്കാലൊക്കെ പിടിച്ചിട്ട് വിശേഷങ്ങൾ ചോദിക്കണമെന്നില്ലേ. അപ്പോൾ കെട്ടിയവനക്ക് ചിക്കൻ കടയെന്ന് പറഞ്ഞ ശേഷം നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒരു സമാധാനമില്ല കേട്ടോ. ഡെയിലി വീട്ടിൽ ചിക്കനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചിക്കൻ കട ഉള്ളപ്പോൾ ഡെയിലി വീട്ടിൽ ചിക്കനാണെന്നാണ് അവരുടെ വിചാരം. അങ്ങനെയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. ഡെയിലി ചിക്കനല്ല പറഞ്ഞ് ഞാൻ മടുത്തു. അവർക്ക് എന്തായാലും വിശ്വാസമല്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ 2 കോഴി ഇങ്ങോട്ട് എടുത്തു. 2 കോഴിയുടെ ഒരു 4 കാലം കൂടെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വരങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കോഴിയുടെ ചിക്കൻ നമ്മൾ കറി വെച്ചാൽ കഴിക്കില്ലല്ലോ. അപ്പോൾ ഉമ്മക്കും കുറച്ച് കൊടുത്തു വിട്ടു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടതറിയോ? കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് മതി കേട്ടോ, ഒരുപാടായുണ്ടല്ലോ, നമ്മൾ പൊരിക്കുമ്പോൾ അടി പിടിക്കട്ടോ. അപ്പോൾ അത് ഇത്രയും മതി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്തായാലും മനസ്സിലായല്ലോ. ചിക്കൻ ഫ്രൈ ചെയ്തതും അതുപോലെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട ശേഷം കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം ചേർക്കുന്നുള്ളൂ, കാരണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പിന്നെ ഇതിൻ്റെ ചിക്കൻ മസാല പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് മസാലയാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, ചിക്കൻ്റെ മസാല ഒരുപാടാകുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇത്രയും നേരമായിട്ട് നമ്മൾ എന്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ചിക്കൻ കാല് പൊരിക്കുമ്പോൾ അധികവും കുട്ടികൾക്ക് ഇക്കാക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പൊരിക്കാം. ഇപ്രാവശ്യം എന്തായാലും ഞാനും വിചാരിച്ചു ഒരു കാല് എനിക്കും പൊരിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ 4 കാലം തിരുമ്പി ഇങ്ങോട്ട് പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. മിക്സാക്കുമ്പോൾ നമ്മളെല്ലാ വരങ്ങി വെച്ച എല്ലാ ഭാഗത്തും എത്താൻ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് വരയിലൊക്കെ ആക്കാൻ പോലെ എല്ലാവിടെയും ആക്കിയിട്ടാണ് കേട്ടോ മസാലയൊക്കെ തിരുമ്പി വയ്ക്കാം. ഇനി നമുക്ക് മസാലയൊക്കെ തിരുമ്പി കുറച്ച് നേരം വയ്ക്കണം. പിന്നെ ഇതിൻ്റെ ചിക്കൻ മസാലേൻ്റെ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, അതിട്ടാലും ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിന് സുറുക്കിയും കൂടി ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് മസാല തിരുമ്പി ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് അതിനങ്ങോട്ട് നമുക്ക് നീക്കി വയ്ക്കാം. അത് കുറച്ച് നേരം അവിടെ മസാലയൊക്കെ പിടിച്ച് മുളകൊക്കെ പിടിച്ച് പുകഞ്ഞ് അങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഒരു ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നിനല്ല, നമുക്ക് ചിക്കൻ കറി വെക്കാൻ കേട്ടോ. വലിയ ഷോയ്ക്ക് ഞാൻ കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുന്നു കേട്ടോ. വീഡിയോന് സ്പീഡ് കൂട്ടിയത് കൊണ്ട് തന്നെ നല്ല സ്പീഡായിട്ട് തോന്നും, പക്ഷേ ഇത്ര സ്പീഡിലൊന്നുമല്ല കേട്ടോ ഞാൻ അരിയുന്നത്. എന്നാലും ഒരു സമാധാനത്തിന് കട്ടിംഗ് ബോർഡൊക്കെ എടുത്തു. ആദ്യം എനിക്ക് കട്ടിംഗ് ബോർഡിൽ അരി ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അരിഞ്ഞു തുടങ്ങിയപ്പോൾ നല്ല എളുപ്പമാണല്ലോ എന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ഉള്ളി മാത്രമല്ല എടുത്തോ, ഞാൻ വേറെ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. നാക്കൊടുക്കുന്നുണ്ട്, അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട, സ്പീഡ് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളിയൊക്കെ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു. ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് ചിക്കൻ കറി വെച്ചാണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാ മസാലകളും എടുത്തു. കറുവപ്പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, ചെറിയ ജീരകം, ഉലുവ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മസാലകളും കൂടി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് ഇട്ടാൽ ചുവയ്ക്കുള്ളൂ. പിന്നെ ആ മസാല മൂക്കാൻ നിൽക്കണില്ല, പൊട്ടാൻ നിൽക്കണില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് വെന്തോളുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി വേവാനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസിൽ ചേർത്ത് കൊടുത്തതിൻ്റെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇളക്കണ്ട, അങ്ങനെ അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് കുക്കറിൽ ഒരു 2-3 വിസിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഇങ്ങനെ വിസിലടിക്കുന്നതിന് സമയത്ത് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ എടുത്ത് കഴുകി വരുമ്പോഴേക്കും വിസിലടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടെ മഞ്ഞ് പൊടി പോലെ കുറച്ച് ആവി വന്നത്. അപ്പോൾ വേഗം തന്നെ ഞാൻ തക്കാളി അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും തക്കാളി വേണ്ട കേട്ടോ, ഞാനത് അളിഞ്ഞ ഭാഗങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈ ഒരു വിസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് കളയാം കേട്ടോ. അപ്പോൾ അതാ 3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് അധികം ഉള്ളിയിലോട്ട് ഞാൻ 3 വിസിൽ കൊടുത്തിട്ടുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കരിഞ്ഞൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിസിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് പൊക്കി കൊടുത്താൽ നല്ല വിസിൽ വന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും വെറുതെ വിസിൽ വരാണ്ടിരുന്നാൽ. പിന്നെ നമ്മൾ ആവി കളയാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് വെക്കണം കേട്ടോ. ആവി പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ആവിയൊക്കെ കളഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഫുൾ ആവി കളയണേ, ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ ആയിക്കിട്ടും കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇളക്കാതിരിക്കാൻ എന്തിനറിയോ, അടി പിടിക്കാതിരിക്കാനാണ്.
അപ്പോൾ ഇപ്പോൾ നമുക്ക് തോന്നും അടി പിടിച്ചിട്ടുണ്ടോ എന്ന്, പക്ഷേ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വഴന്നിട്ടാൽ നമുക്ക് കുറേ നേരം പഠിക്കും. അതുകൊണ്ടാണ് കേട്ടോ കുക്കർ പരിപാടി. ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ ഇങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നമ്മളൊന്ന് സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്നവരെ സിമ്മിലിട്ട് നമ്മളൊന്ന് മൂപ്പിക്കുക കേട്ടോ. ഇടയ്ക്ക് വരയ്ക്കുന്നത് ക്യാമറ ഇളകുന്നതാണ്. പിന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഞാൻ നടുവേക്ക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് തന്നെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാലയ്ക്കുള്ള ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉള്ളി വേവുള്ള ഉപ്പിട്ടുകൊണ്ടതിനെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, നോക്കിയിട്ട് ഇടാമല്ലോ നമുക്ക്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആയ ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ അളവൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ പിടിക്കാനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഉള്ളി വാടും ഇട്ടിട്ടുണ്ട്, മസാലയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ പിടിക്കാനുള്ളത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മസാല ഒന്ന് നോക്കുക. അപ്പോൾ ഒരു ഇത്തിരി കൂടുതൽ നിൽക്കണം, അപ്പോൾ ഇറച്ചിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വേവണ സമയത്ത് തന്നെ ഉപ്പ് പിടിച്ചാലാണ് അതിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു നുള്ളു ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് കറി പോലെ ആക്കുന്നില്ല, എനിക്കത് ഒരുപാട് കറി പോലെ ആക്കണ ഇഷ്ടമല്ല കേട്ടോ. കുറച്ചൊരു വരട്ടിയ പോലെ ആക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഇനി ഇതൊന്നും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് വെള്ളം ആവാതിരിക്കാൻ തന്നെയാണ് ടേസ്റ്റും. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഒരു 2, 3 അല്ലെങ്കിൽ 4 വിസിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ 4 വിസിലൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കനൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ടാവുന്നു. ഒരു പേടിയും മേടിക്കണ്ട കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്നത് വെറുതെയാണ്, ചിക്കനൊന്നും ഉടഞ്ഞു പോവില്ല. അപ്പോൾ ആ ഒരു അടുപ്പിൽ നിന്ന് നമ്മൾ വലിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചീനച്ചട്ടി എടുത്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ വിസിൽ അടിച്ചോട്ടെ. നമുക്ക് ഈ ചട്ടി ചൂടായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചിക്കൻ പൊരിക്കാനിടണം കേട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് ചിക്കനും കറിയാവും, ഇപ്പുറത്ത് പൊരിച്ചതും ആവുമല്ലോ. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി എളുപ്പത്തിലാവും. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ചിക്കൻ പൊരിക്കാൻ നല്ലതാണ് കേട്ടോ. അടിയിലൊന്നും അധികം പിടിക്കില്ല. വേറെ ചീഞ്ചട്ടി പോലെയല്ല കേട്ടോ. വേറെ ഒരു ചീഞ്ചട്ടി ഉണ്ട്, അതിൽ വേഗം അടി പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിനോടുള്ള ഗ്യാപ്പ് ഉണ്ട്. ഞാൻ 2 പൊരിച്ചെടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചു. പക്ഷേ ഒരെണ്ണത്തിനും കൂടെ ഉള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ 3 ഇട്ടിട്ട് ഒന്നിങ്ങനെ പൊരിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറിച്ചിട്ട്, ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് അപ്പം തന്നെ മറിച്ചിരുന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് മറിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ 2 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഭാഗം ഒരെണ്ണം മാത്രം ഒരു സൈഡ് ആവാനുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അധികവും ഇങ്ങനെ എല്ലാ ഭാഗവും മുരിങ്ങിയിരിക്കണം ഇഷ്ടം. ഒരുപാട് വേവാത്ത പോലെ ഉള്ള ഒരു ചിക്കൻ പൊരിച്ച് എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വിസിൽ വന്ന് ഒന്ന് ആവിയൊക്കെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വിസിലൊന്ന് നോക്കണം കേട്ടോ. അങ്ങനെ ആവിയൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ നല്ല എണ്ണയൊക്കെ തിളങ്ങി നല്ല ചുവന്ന ചിക്കൻ കറി നിങ്ങൾ കാണുന്നില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൽ കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ടോളി, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ചിക്കൻ കറിയിൽ കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയൊക്കെ മസ്റ്റാണ്, പക്ഷേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാമല്ലേ. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കാലിതാ 2-3 പൊരിച്ചിട്ടുണ്ട്, ലെഗ് പീസ്. പിന്നെ ഒരെണ്ണം കൂടി പൊരിച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 പീസും പൊരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ചോറ് വിളമ്പിയിട്ട് ഓരോ പീസ് അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കുശാലാണ്. എന്തായാലും ചിക്കൻ കാലും ചിക്കൻ കറിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളും കഴിക്കാമെന്ന് കരുതി കുറച്ച് കറിയും ചിക്കൻ പൊരിച്ചൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.